ഇന്നത്തെ നമ്മുടെ റെസിപ്പി നേന്ത്രപ്പഴം വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ 2 മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു പഴത്തെ 2ആയിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഓരോ പകുതിയും ഇതുപോലെ 4ആയിട്ടാണ് കേട്ടോ ഞാൻ മുറിച്ചെടുക്കുന്നത്. അപ്പോൾ പഴം വണ്ണം കൂടിയിട്ടുള്ള പഴമാണെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതലായിട്ട് നമുക്ക് പീസുകൾ മുറിച്ചെടുക്കാം. പിന്നെ ഒരുപാട് പഴുപ്പ് കൂടി പോയിട്ടുള്ള പഴം ഈ ഒരു റെസിപ്പിക്ക് പറ്റില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പഴം നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്തൊക്കെ പറ്റെ അലിഞ്ഞ് കുഴഞ്ഞു പോവും. ഇതിപ്പോൾ നല്ല കറക്റ്റായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 2 പഴവും ഇവിടെ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ തിളച്ച് കൊണ്ടിരിക്കുന്ന വെള്ളത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇഡ്ഡലി തട്ടിൽ പഴം വെച്ച് കൊടുത്ത് അടച്ച് വെച്ച് ഒരു 3-4 മിനിറ്റ് ഒന്ന് ആവിയേറ്റിയെടുക്കാം. പഴം ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത്. പഴം ഒന്ന് കളറൊക്കെ ചേഞ്ച് ആയിട്ട് വന്നാൽ മതി. ഇത് കണ്ടോ, ഈ ഒരു പഴം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. പിന്നെ പാകത്തെ പഴുപ്പായിട്ടുള്ള പഴം ആയതുകൊണ്ട് അങ്ങനെ ഉടഞ്ഞു പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തിട്ട് മാറ്റി ചൂടാറാൻ വേണ്ടി വെക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണും പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തവർ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ മുട്ട ഇവിടെ നന്നായിട്ട് ബീറ്റായി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ഒരു പഴത്തിൻ്റെ പീസ് ഉണ്ടല്ലോ, അതപ്പോൾ ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓരോ പീസും ഇതുപോലെ മുട്ടയിൽ മുക്കിയെടുത്തതിന് ശേഷം ആദ്യം ബ്രെഡ് ക്രംസ് വെച്ചിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസ് നന്നായിട്ട് ഇതിലൊന്ന് പ്രസ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് വീണ്ടും നമ്മൾ മുട്ടയിൽ മുക്കിയെടുത്തിട്ട് കോൺഫ്ലെക്സിലാണ് കേട്ടോ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വെറും ബ്രെഡ് ക്രംസിൽ മാത്രം ആക്കിയിട്ട് അങ്ങനെയും ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ചും കൂടെ നല്ല ക്രിസ്പി ആയിട്ട് പുറത്ത് നല്ല ക്രഞ്ചി ആയിട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലെക്സ് വെച്ചിട്ട് കോട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം എന്താ ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ വീണ്ടും നമ്മൾ മുട്ടയിൽ മുക്കിയെടുക്കുന്ന സമയത്ത് ആ ഒരു മുട്ടയിൽ ഈ ബ്രെഡ് ക്രംസൊക്കെ പോവും. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും നമ്മൾ മുട്ടയിൽ മുക്കിയെടുത്തിട്ട് ഇതുപോലെ കോൺഫ്ലെക്സിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ മുഴുവനും ഞാൻ ഇതുപോലെ ബ്രെഡ് ക്രംസിലും അതുപോലെ കോൺഫ്ലെക്സിലൊക്കെ കോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. ഒരു സൈഡ് ആയി വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇട്ട ഉടനെ തന്നെ നമ്മളത് മറിച്ചിട്ട് കൊടുക്കരുത്. അപ്പോൾ അങ്ങനെ മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ആ കോൺഫ്ലെക്സ് ഒക്കെ അതിൽ നിന്ന് വേർപെട്ട് പോകും. അപ്പോൾ ഒന്ന് നന്നായിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ഇട്ട് കൊടുക്കുക. ആ ഒരു സമയത്ത് കോൺഫ്ലെക്സ് ഒക്കെ അതിൽ നന്നായിട്ടൊന്ന് പിടിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഇത് മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു സൈഡ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഉൾഭാഗം ഒന്നും വേവാനില്ല. പഴം നമ്മൾ ആവിയേറ്റി ഒന്ന് വേവിച്ചെടുത്തതാണ്. പിന്നെ പുറം ഭാഗം ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്തിട്ട് 2 സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം. ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ലൊരു കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇതിൽ കൂടുതൽ നേരം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് കരിഞ്ഞു പോകും കേട്ടോ കോൺഫ്ലെക്സ് ഒക്കെ. അപ്പോൾ നമുക്കിനി ഇത് കോരിയെടുത്തിട്ട് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പഴം വെച്ചിട്ട് വ്യത്യസ്തമായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഒരു പഴംപൊരിയാണിത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്